freshness. Feel the softness. DQ 78 TFM Grade 1 Soap. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയൊരു ഫ്യൂച്ചർ പ്ലാൻ അത് തന്നെയാണ്. അപ്പോൾ ഈ കേരള ഭക്ഷണത്തിന് ലോകത്തെമ്പാടും ആരാധകർ ഇങ്ങനെ വന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ഫുഡിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം മലയാളികളായിട്ടുള്ളവർ ലോകം മുഴുവൻ എത്തപ്പെടുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം നമ്മുടെ ഇത്രയും സ്പൈസസൊക്കെ ആഡ് ചെയ്യുന്നൊരു ഭക്ഷണമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ വലിയൊരു തൊഴിൽ സാധ്യത മലയാളികൾക്ക് മാത്രമാണ് കൂടുതൽ കിട്ടുക. എപ്പോഴും ഒരു മലയാളി ജനിച്ചു വളർന്ന അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരാൾക്ക് അതൊരു ബെറ്റർ ഷെഫായിട്ട് മാറാൻ പറ്റും. നേരെ മറിച്ച് ഒരു ബംഗാളിലുള്ള ഒരാളോ അല്ലെങ്കിൽ അവരെത്രയൊക്കെ പഠിച്ചാലും അതിൻ്റെ ഒറിജിൻ അവർക്കറിയില്ല. അവരിങ്ങനെ ട്രെയിൻഡായിട്ട് ഒരു റെസിപ്പി കണ്ടുണ്ടാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ അത് ചിലവർ ഉണ്ടായേക്കാം, കുറേ വർഷങ്ങൾ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ചൈൽഡ്ഹുഡ് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ ഉണ്ടാക്കി തരുന്ന രുചി, തേങ്ങയുടെയും ജീരകത്തിൻ്റെയും അല്ലെങ്കിൽ മല്ലി മുളകിൻ്റെയൊക്കെ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിൻ്റെ ഒറിജിനലായിരിക്കും. അപ്പോൾ അങ്ങനെ രീതിയിൽ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു 60ഓളം റെസ്റ്റോറൻറ്റ് വരുന്നു, അല്ലെങ്കിൽ 100 റെസ്റ്റോറൻറ്റ് ഞാൻ എപ്പോഴെങ്കിലും ചെയ്താൽ അത്രമാത്രം ആൾക്കാരെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അക്കാഡമി, അല്ലെങ്കിൽ ഒരു 4-5 വർഷമൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1 ഇയർ പ്രോപ്പർ ട്രെയിനിങ്ങും അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി അവർക്ക് ജോലിയോടൊപ്പം അവരുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ വേറെ പലയിടത്തും ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കിൽ സെൻറ്റർ അല്ലെങ്കിൽ ഒരു അക്കാഡമി തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. ഇപ്പം ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് ഒന്ന് അതിനെത്തിയാൽ എത്രയും വേഗത്തിൽ ഞാൻ ഇതിനോടൊപ്പം തന്നെ തുടങ്ങുകയും കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് അവർക്കിത് പഠിക്കാൻ, അത് ഇനി ഏജ് എന്ന ഒരു ഏജ് കാറ്റഗറി ഇല്ലാണ്ട് ഇപ്പോൾ ഒരു 40 വയസ്സ് ഒരാൾക്ക് ഒരു തൊഴിൽ കണ്ടെത്തണം ഇതിനകത്ത്, അല്ലെങ്കിൽ അയാൾക്ക് ഇതിനകത്തൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കും വന്ന് പഠിച്ച് ഈ സ്കിൽ സെൻറ്ററിൽ കൂടെ പഠിച്ച് ഇതിനകത്തൊരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് എൻ്റെ ഒരു പ്ലാൻ. അത് ഈവൻ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്കും ഒരു 45 വയസ്സ് കഴിഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു 1 ഇയർ കൊണ്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കില്ലാണ് എനിക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു ഭക്ഷണം, ഇപ്പോൾ ഒരു അപ്പം എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ. ഒരു നല്ലൊരു ഷെഫ് ഒരാളൊരു ട്രെയിൻ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ അപ്പത്തിൻ്റെ മാവ് എന്താണെന്ന് മനസ്സിലാക്കി അരച്ച് അതിൻ്റെ കപ്പി കാച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മണിക്കൂർ അപ്പത്തിൻ്റെ ഈ മാവ് എല്ലാവരും വിചാരിക്കും അപ്പം വളരെ സിമ്പിളാണെന്ന്. പക്ഷേ ഈ മാവിൻ്റെ പുളിപ്പ് ഇങ്ങനെ കുറയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് മാവ് തീരുന്നതനുസരിച്ച് ടോപ്പപ്പ് ചെയ്ത് ആ പുളീനെ കറക്റ്റ് നിലനിർത്തിയാലാണ് എപ്പോഴും ഒരേപോലെ അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഒരുമിച്ചൊരു 10 അപ്പം ഉണ്ടാക്കുന്ന പോലെ അല്ല, ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക. അപ്പോൾ അതൊരു സ്കില്ലാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് മാസം 35,000 രൂപ ശമ്പളം കിട്ടും. 30,000 റുപ്പീസാണ് നല്ലൊരു അപ്പം മേക്കറിൻ്റെ സാലറി. ഇപ്പോൾ ഒരു കേരള നമ്മുടെ പോലെ ഒരു ബ്രാൻഡിൽ ഇപ്പോൾ നമ്മുടെ ഷെഫും, അപ്പോൾ എനിക്കൊരു മലയാളിയെ അയാൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അയാളെ ആ സ്കില്ല് എന്താണ്, മാവ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ മാവ് ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചു, ആ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് പകുതി അപ്പം ചുട്ടിട്ട് പകുതി മാവാകുമ്പോൾ അതിൻ്റെ പുളിപ്പ് കുറയും. അപ്പോൾ അതിൻ്റെ റൈറ്റ് ടൈമിൽ വീണ്ടും ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ പുളി കറക്റ്റ് ഫെർമെൻറ്റേഷൻ കൃത്യമായിട്ട് എപ്പോഴും ആ ജീവനോടുള്ളൊരപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റിൻ്റെ മുമ്പിൽ കൊണ്ട് സെർവ് ചെയ്യുമ്പോൾ അപ്പം കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടും രുചിയായിട്ടും കിട്ടണം. അതാണ് സ്കില്ല്. അല്ലാതെ അപ്പം ചൂടാൻ പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും ചുട്ട് തരും. പക്ഷേ ഏത് സമയത്ത് ഒരേ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ് സ്കില്ല്. ആ സ്കില്ല് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയാൽ അയാൾക്ക് 35,000 റുപ്പീസ് സാലറി കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വലിയൊരു സംഭവമാണ്, ഇല്ലേ? അതുപോലെ ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുക. നമ്മുടെയൊക്കെ ഇനിയത്തെയൊക്കെ എല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇടിയപ്പത്തിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സോട് കൂടി കൃത്യമായിട്ട് 7 മിനിറ്റ് കൊണ്ട് ആവിയിൽ അത് വേവും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ 9 മിനിറ്റും 10 മിനിറ്റും വേവിക്കും. ചിലപ്പോൾ അതിന് അണ്ടർ കുക്കിംഗ് ആയിരിക്കും, ഓവർ കുക്കിംഗ് ആയിരിക്കും ഒരുപാട്. അപ്പോൾ എല്ലാത്തിനും ഒരു കൃത്യമായിട്ടൊരു ഇത് നമ്മൾ പ്രൊഫഷണലി ട്രെയിൻഡാണ്. അയാളെ അതിൻ്റെ സ്കില്ല് പഠിപ്പിച്ച് നല്ലൊരു ഇടിയപ്പം മേക്കർ, അല്ലെങ്കിൽ ഒരു ദോശ, അല്ലെങ്കിൽ ഒരു അപ്പം മേക്കർ, അല്ലെങ്കിൽ ഒരു പൊറോട്ട മേക്കറായിട്ട് ട്രെയിൻ ചെയ്തെടുത്താൽ ദേ ക്യാൻ ഏൺ ദിസ് മച്ച് മണി ഇൻ എ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. അത് മലയാളികൾക്ക് ഒരുപാട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അത് ഈ ഒരു തിരക്കൊന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തിരക്കിനോടൊപ്പം തന്നെ വളരെ ഈ 100 റെസ്റ്റോറൻ്റ് ആകുമ്പോൾ എനിക്ക് തന്നെ ഒത്തിരി ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക് ഈസിയായിട്ട് ജോലി കൊടുക്കാൻ പറ്റും. UK പോയി കഴിഞ്ഞപ്പം നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി ഷെഫുമാരുടെ അടുത്ത് പോകുമ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ചെമ്മീൻ കറി 10 മിനിറ്റ് കൂടുതൽ വേവിച്ചാലും നമുക്കതൊരു പ്രശ്നമല്ല. അല്ലെ മീൻ കറിയിൽ ഇത്തിരി എരിവ് നമുക്കറിയുന്നതിനേക്കാളും കൂടിയാലും നമുക്കത് പ്രശ്നമല്ല. പുളി ഇത്തിരി കൂടിയാലും നമ്മളങ്ങ് കഴിക്കും. എല്ലാത്തിനും ഒരു അളവുണ്ടല്ലോ, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. അത് ഒരു 10 പേർക്ക് മീൻകറി വെച്ചാലും 100 പേർക്ക് മീൻകറി വെച്ചാലും 1000 പേരുടെ മീൻകറി വെച്ചാലും
ആ 1000 പേർക്ക് ഒരു അളവും ഒരു ബൗണ്ടറി ഉണ്ട്, അവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ ആക്ട്. അപ്പോൾ നമ്മളൊരു മീൻകറി വെച്ചു, ഇന്നലത്തെ എരിവിനെക്കാട്ടി ഒരു 5 ഇഞ്ച് ഒരു ഇത്തിരി കൂടെ കൂടിയാൽ, ഒരു ശകലം കൂടെ കൂടിയാലും നമ്മളങ്ങ് കഴിച്ചു. പക്ഷെ അതല്ല ശരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബൗണ്ടറി എന്താണ്, അല്ലെങ്കിൽ കുക്കിംഗ് ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫിഷ് ഇത്രമാത്രമാണ് കുക്കാവാൻ പാടുള്ളൂ ഈ ഒരു വിഭവത്തിന്, അല്ലെങ്കിൽ ഇതൊരു കുറച്ചുകൂടെ വേണം, അല്ലെങ്കിൽ ഇത് അണ്ടറാണ്, അല്ലെങ്കിൽ ഇത് ഓവറാണ്. റൈറ്റായിട്ടുള്ള ബൗണ്ടറി എന്ന് പറഞ്ഞൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന കാര്യമാണ്. നമുക്കിത് എന്ത് വേണമെങ്കിലും ചെയ്യാം. മീൻകറിക്കകത്ത് ഇച്ചിരി വേവ്, ഇപ്പോൾ ചിക്കൻ കറി വെക്കുകയാണ്, ചിക്കൻ വേണമെങ്കിൽ കുക്കറിനകത്തിട്ട് വേവിച്ച് എല്ലാം എടുക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടത്തിൽ കഴിക്കും. പക്ഷേ അത് കറക്റ്റ് ആ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടണം, ആ ചിക്കൻ്റെ പീസ് കടിക്കുമ്പോൾ ഒരു ബൈറ്റായിട്ട് വരണം, പ്രോപ്പർലി കുക്കായിരിക്കണം, അത് സോഫ്റ്റ് ആയിരിക്കണം, ഹാർഡാവരുത്. അപ്പോൾ ഇതൊക്കെ ഒരാൾക്ക് കഴിയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവും. അത് ഇച്ചിരി ഓവർ കുക്കായാലും നമ്മളങ്ങ് കഴിച്ചു പോകണം, കുഴപ്പമില്ല, ചിക്കനല്ലേ ഇച്ചിരി വെന്ത് കൂടി, അല്ല ബീഫല്ലേ ഇത്തിരി കൂടുതൽ വെന്തു. അപ്പോൾ അതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ അത് മറ്റ് മലയാളികളെക്കാട്ടിൽ ഇതിനൊക്കെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് വിദേശീയരാണ്. അവർക്ക് രുചി അവരുടെ മെയിൻ അല്ല, രുചി എന്ന് പറഞ്ഞതല്ല ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം രുചിയാണ് മെയിൻ. അപ്പോൾ ആ രുചി, ടേസ്റ്റ്, അത് കഴിഞ്ഞ് അതിനകത്തുള്ള സാധനങ്ങൾ ഉടഞ്ഞു വാരിയോ. ഒരു മീൻകറിക്കകത്ത് മീനിൻ്റെ മുള്ള് വേറെ, അതിൻ്റെ മീറ്റ് വേറെ ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല. മീൻകറിക്ക് എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിനകത്തിട്ട് പെരട്ടി അടിക്കാൻ അടിപൊളിയാണ്. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ വിദേശീയർക്ക് അങ്ങനെയല്ല. ആ ഫിഷ് കണ്ടാൽ ഫിഷായിരിക്കണം, ഇന്ന ഫിഷാണ്, ആ ഫിഷിന് ഇതാണ് രുചി, ആ ഫിഷിൻ്റെ അയലയാണെങ്കിൽ അയലയ്ക്കൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ടേസ്റ്റിനേക്കാട്ടിലുപരി അതിൻ്റെ ഗുണം, ക്വാളിറ്റിയിൽ വേണ്ടിയിട്ടാണ് അവർക്ക് താല്പര്യം.